ഹലോ, ഇന്ന് ഞാൻ വിങ്കാറോസ് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെമ്മിൽ നിന്ന് വിങ്കാറോസ് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പോട്ടിൽ കുറച്ച് മണലോട് കൂടിയിട്ടുള്ള മണ്ണെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളമെല്ലാം തന്നെ ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മളിതിലോട്ട് പ്ലാന്റ് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റെമ്മ്. വിങ്കാറോസ് സ്റ്റെമ്മ് വെച്ച് പ്രൊപ്പോഗേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും മെച്ചുറായിട്ടുള്ള സ്റ്റെമ്മ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ ടിപ്പ് ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൽ നിന്ന് കുറച്ച് ലീവ്സ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇതിലോട്ട് നട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ അപ്ലൈ ചെയ്തിട്ടാണ് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മൊന്ന് ജസ്റ്റ് റൂട്ടിംഗ് ഹോർമോണിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുമ്പോൾ റൂട്ടിംഗ് ഹോർമോൺ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി പ്ലാന്റ് ഇതുപോലെ ഒന്ന് നട്ട് കൊടുക്കുക. ഇത്ര നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ റൂട്ടിംഗ് ഹോർമോൺ ഇല്ലെങ്കിലും നമുക്ക് ഇത് വേര് പിടിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ വേര് പിടിച്ച് ഇതിൽ പുതിയ ഇലകൾ വരുന്ന വരെ നമ്മൾ തണലത്ത് വയ്ക്കുക. ഇതേ രീതിയിൽ ഞാൻ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള കുറച്ച് ചെടികളാണിത്. ഈ ചെടികളെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഞാൻ റൂട്ടിംഗ് ഹോർമോണിൽ അപ്ലൈ ചെയ്യാണ്ടാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പ്ലാന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മുട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനത് തണലത്താടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വെയിലത്തോട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വളരാനായിട്ട് തുടങ്ങും. ഇതേപോലെ തന്നെ ഞാൻ വേര് പിടിപ്പിച്ചിട്ടുള്ള വേറെ 2 പ്ലാന്റ്സ് ആണിത്. ഇതേപോലെ 2 കട്ടിങ്സ് വെച്ച് കൊടുത്തതാണ്. അതും നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് വിങ്കാറോസ് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വിങ്കാറോസ് നമ്മൾ വിത്ത് മുളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടാൻ നമുക്ക് ചാൻസ് കുറവാണ്. എന്നാൽ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൽ മദർ പ്ലാന്റിൻ്റെ സെയിം ഫ്ലവേഴ്സ് തന്നെ നമുക്ക് കിട്ടും. ഇതൊരു വിങ്കാ പ്ലാന്റ് തന്നെയാണ്. ഇതൊരു അപ്ഡേഷനാണ്. കാരണം ഈ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ വിങ്കാ പ്ലാന്റ് അല്ല, ഇത് ഹാങ്ങിങ് വിങ്കയാണ്. അപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്ന എല്ലാ പൂക്കളും മുട്ടുകളും എല്ലാം തന്നെ കട്ട് ചെയ്തതിന് ശേഷമായിരുന്നു റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പുതിയ മുട്ടുകൾ വന്ന് വിരിഞ്ഞിട്ടുള്ള ഫ്ലവറാണിത്. ഒരു ഫ്ലവർ മാത്രമാണ് വന്നിട്ടുള്ളത്, വേറെ മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിന് ഇത്രയും ഗ്രോത്താണ് വന്നിരിക്കുന്നത്, ഹാങ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി ഹാങ് ചെയ്ത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്